നല്ല ചീനമുളക് ഇട്ടിട്ടുണ്ട്. അരിമുളക് എന്നൊക്കെ പറയും ഇതിനെ, നമ്മൾ ചീനമുളക് എന്നൊക്കെ പറയാം കേട്ടോ. അപ്പോൾ നമുക്കിത് വെച്ചിട്ട് നല്ലൊരു ചമ്മന്തി ആക്കാം. അപ്പം നമ്മൾ ചമ്മന്തി ആക്കാൻ പോകുന്നത് ഇതാ ചെമ്മീനും ചീനമുളകും വെച്ചിട്ടാണ് കേട്ടോ. നമ്മൾ ഇതിലേക്കൊരല്പം പുളിയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാ ചെമ്മീനും ചീനമുളകും പുളിയും കൂടിയാണ് കേട്ടോ. ഈ ചീനമുളക് ഒക്കെപ്പാടിട്ടാൽ ചിലപ്പോൾ നമുക്ക് ഇരിഞ്ഞ് ചാവും. അപ്പോൾ നമുക്ക് കുറച്ച് ചെയ്ത് ഇങ്ങോട്ട് മാറ്റി വെക്കാം. ഇത്ര തന്നെ വേണമെന്നില്ല, നല്ല എരിവായിരിക്കും. അപ്പോൾ ഇത്രയും മതിയാവും. അപ്പോൾ നമുക്കിത് മിക്സിയിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. നല്ല സൂപ്പർ ചമ്മന്തി കേട്ടോ. അത് മാത്രം മതി ചോറിനാൻ. ചെമ്മീനും ചീനമുളകും പുളിയും ഉപ്പും ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ശരിക്കും നമ്മളിത് മറ്റേ കല്ലിലിട്ടിട്ട് അരയ്ക്കണം. അപ്പോഴാക്കാരം ഇതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുക. ഇവിടെ കല്ലൊന്നും ഇല്ലാത്തതുകൊണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇത് അരച്ചെടുത്തിട്ട് വരാവേ. അപ്പോൾ ഇതാണ് നമ്മുടെ ഉണക്ക ചെമ്മീൻ ചീനമുളക് ചമ്മന്തി. സത്യം പറഞ്ഞാൽ ഇതൊന്ന് മാത്രം മതി കേട്ടോ നമുക്ക് ചോറിനാനും. സൂപ്പർ ടേസ്റ്റാണേ. ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ആഡ് ചെയ്താണ്ടല്ലോ വേറെ ലെവലിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബായ്.